വെക്കേഷൻ ഫെയ്ത്ത് ഫെസ്റ്റ് ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം. സ്നേഹമുളെ ചക്കരമുത്തി ഉമ്മകളായിരം തന്നീടാം. ദൈവവചനം സ്വന്തമാക്കിടാനോടിവാ, ഓടിവാ, ഓടി ഓടിവാ. എന്തേ കാന്താരി എണീക്കുന്നില്ലേ? ഓ, ഒരു രസവും ഇല്ല. ഇന്ന് കൊടിയിറക്ക. VF ഇന്ന് തീരും. ഓ, അതിന്റെ പ്രതിഷേധമാണോ? പിന്നെങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? എന്തോരം കഥകളാണ് പഠിച്ചത്. എല്ലാം ഇന്നുകൊണ്ട് തീരും. ഇന്നുകൊണ്ട് തീർക്കണ്ടെന്ന് തീരുമാനിച്ച പോരെ? ബൈബിളിൽ മുങ്ങിത്തപ്പിയാൽ നിറയെ മുത്തുകളാ മോളെ. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതിനാണ് കൂടുതൽ മധുരം എന്ന് പറഞ്ഞാൽ എന്താ അമ്മേ? എനിക്കൊന്നും മനസ്സിലായില്ല. തുടക്കം ഹൃദ്യമായിരുന്നു. ഇനിയും അത് തുടരണം. എന്നും ബൈബിള് വായിക്കണം, പഠിക്കണം, ജീവിക്കണം, സാക്ഷ്യമേകണം. ഇന്ന് തീരുകയല്ല, ഇന്ന് തുടങ്ങണം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഒരു സ്വപ്നക്കാരനുണ്ട്. യാക്കോബിന് വാർദ്ധക്യത്തിലുണ്ടായ മകൻ. ആ മധുര 17കാരനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു. എല്ലാവരുടെയും വാത്സല്യം നേടിയെടുത്തവൻ. 12 പേരിൽ യജമാനന്റെ സ്നേഹത്തിന് പാത്രമായവൻ. ചുമ്മാതല്ല അവൻ ഈ ഗതി വന്നത്. എല്ലാവരുടെയും അസൂയക്കും അവൻ കാരണമായി. അവനെ ഇപ്പോൾ കാണാനില്ലല്ലോ. ഞാനും കേട്ടു, ചേട്ടന്മാർ ചേർന്ന് കൊന്നെന്നോ വിറ്റെന്നോ. ആർക്കറിയാം? വലിയ വീട്ടിലെ സംഭവങ്ങൾ രഹസ്യമല്ലേ. അരമന രഹസ്യം അങ്ങാടി പാട്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ സ്വപ്നക്കാരനെ. അതേ കൂട്ടൻ അവന്റെ പലായനം വീടിനും നാടിനും ദുഃഖമായി. എന്നാൽ അങ്ങു ദൂരെ ഈജിപ്തിൽ നാടിനും വീടിനും വീട്ടുകാർക്കും മാത്രമല്ല ലോകത്തിനു മുഴുവനും അന്നമേകുന്ന ദൈവീക പദ്ധതിയുടെ ഒരുക്കത്തിലായിരുന്നു നമ്മുടെ സ്വപ്നക്കാരൻ. കൂടുതൽ പറയുന്നില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നുമില്ല.